സാമ്പത്തിക മാന്ദ്യത്തിലും കേരള സർക്കാരിന്റെ കേരളീയം എന്ന പരിപാടി ദൂർത്തു. നമുക്ക് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയാം. നല്ല അഭിപ്രായം തന്നെ, നടക്കട്ടെ, നല്ല കാര്യമല്ല. കേരളത്തിനെ കുറിച്ച് പറയുന്നല്ലേ. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തൊന്നും പറയാനില്ല. ചേട്ടാ, ഞങ്ങൾ കാരവൽ മീഡിയ എന്നാണ് വരുന്നത്. കാരവൽ മീഡിയ എന്ന്. അപ്പോൾ കേരള സർക്കാരിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വളരെ മോശം. മോശമായ ഇപ്പോൾ കേരള സർക്കാർ ഇപ്പോൾ കേരളത്തിൻ്റെ വികസനങ്ങളെക്കുറിച്ചും കേരളത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് കേരളീയം എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നവംബർ 1 മുതൽ 7 വരെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ്? 27 കോടി ചിലവഴിച്ച് നടക്കുന്ന പരിപാടിയാണ്. വെറുതെ വേസ്റ്റാണ് ആ ചിലവ്. അത് എന്തായെങ്കിൽ ഇവിടെ എന്തായെങ്കിലും ഉപയോഗത്തിന് ഉപയോഗിക്കാമല്ലോ അവർക്ക്, അതിന് ചിലവാക്കുന്ന കാശ്. ഇത് വെറുതെ ഇങ്ങനെ ഒരു പ്രഹസനം മാത്രമല്ലേ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നത് വെറുതെ ഒരു പ്രഹസനത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ഇതാണെന്നാണ്. നമുക്ക് അടുത്ത ആളോട് അഭിപ്രായം ചോദിക്കാം. ബാക്കിയുള്ള രാജ്യങ്ങളിലുള്ള വികസനം കേരളത്തിലുണ്ടോ? 27 കോടിയാണ് അതിന് നമ്മൾ ചെലവഴിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ? 27 കോടി ചെലവഴിക്കുന്നതിൻ്റെ വികസനം കണ്ടെങ്കിലോ അതുപോലെ അതിന് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലാതെ ഇങ്ങനെ വികസനം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എഡൈസ് കൊടുത്തിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. അത്രേ പറയാനുള്ളൂ. നല്ലൊരു ബിസിനസ് ആവശ്യമല്ലേ ഇത്. കാരണം നമ്മളെ കേരളത്തിന് മുതൽക്കൂട്ടല്ലേ അതിലുണ്ടാകുന്നത്. കാരണം ഇങ്ങനത്തെ പല കമ്പനികളും പുറത്തുനിന്ന് ഇവിടെ വരണം, കേരളത്തിലേക്ക് വരണം. ആ ഒരു ബിസിനസ്സിൻ്റെ ആവശ്യങ്ങളായാലും വരണം. അത് നല്ലൊരു ആവശ്യമാണ്. ഡെവലപ്പ് ആകുന്നത് നല്ലതല്ലേ നമ്മളെ സ്റ്റേറ്റ്? നല്ല കാര്യം എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അത് നല്ലതാണ്. എല്ലാവർക്കും അറിയാമല്ലോ കേരളത്തിൽ എന്തെല്ലാം നടക്കുന്നത്, അതുകൊണ്ട് എല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നോർത്ത് ഇന്ത്യൻ്റെ ആൾക്കൊന്നും അറിയാത്ത, കേരളത്തിനെ പറ്റിയൊന്നും അറിയാത്തവർക്ക് എല്ലാം അറിയാൻ പറ്റുമല്ലോ. അത് പിന്നെ നല്ല തന്നെ കാര്യമല്ലോ. തോന്നുന്നില്ല, ആവശ്യമുള്ള പോലെ തോന്നുന്നില്ല. ആവശ്യമില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ അല്ലെങ്കിൽ ജനങ്ങൾ കറണ്ട് ചാർജ്, വെള്ളക്കരം, എല്ലാ കാര്യത്തിലും ഭയങ്കര ഇതാണ്. അതിൻ്റെ ഇടയിൽ ഗവൺമെൻറ് ദൂർത്താണ് ഇത്. ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും ദൂർത്താണ് ഗവൺമെൻറ്. ഇപ്പോഴത്തെ വേണ്ടത്തിൻ്റെ ദൂർത്താണ്. പരിപാടി നല്ലത് തന്നെയാണ് പരിപാടി. കാരണം ജനങ്ങൾക്ക് നമ്മളെ കേരളത്തെക്കുറിച്ചുള്ള ഒരു നല്ല അവബോധം ഉണ്ടായിക്കൊടുക്കുന്നത്. അതേസമയം ഇതുവരെയൊക്കെ കേരളം കൈവരിച്ച എല്ലാ നേട്ടങ്ങളെപ്പറ്റി ജനങ്ങൾക്ക് നല്ല ബോധം കൊടുക്കുന്ന നല്ലൊരു പരിപാടിയാണ്. നല്ല അഭിപ്രായമാണ്. കേരളത്തിൻ്റെ നമ്മൾക്ക് പല പുതിയ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നുണ്ട് പിണറായി സർക്കാർ. അതിൻ്റെ ഭാഗമായി വിദേശ നിക്ഷേപങ്ങളും മറ്റും സ്വീകരിക്കുന്നതിനും പുതിയൊരു നവകേരള സദസ്സ് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി അതിനു വേണ്ടിയുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കേരളീയം പരിപാടി ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്ന സർക്കാർ. നല്ല പരിപാടിയാണ്. കേരളീയ പരിപാടിയിൽ ഒന്നും പറയാനില്ല. ഞങ്ങൾ ബിസിനസ്സുകാർ പറയാൻ പാടില്ല. അതായത് കേരളീയ അത്രയും ഒരു സിവിൽ സപ്ലൈക്ക് പോലും അരി സമയത്ത് ഇല്ല. ഒന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അരിയില്ല, എന്തൊരു സാധനം കിട്ടുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത ഒരു വെള്ളത്തിൻ്റെ കണക്ഷൻ ഉണ്ട്. എല്ലാ വീടാന്തരം കൊടുത്ത വെള്ളത്തിൻ്റെ അതിൽ വെള്ളം വരെ കേരള ഗവൺമെൻറ് ഇവിടെ സപ്ലൈ ചെയ്യുന്നില്ല. സംഭവം പറഞ്ഞത് നമ്മളെ യഥാർത്ഥ സംഗതിയാണെന്ന് പറഞ്ഞു. വേറെ ഒന്നും പറയാനില്ല. ദരിദ്രത്തിലാന്ന് ഞങ്ങളുള്ളത്. ഇപ്പോൾ വേറെ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഈ പരിപാടി ആവശ്യമില്ലാന്ന് ജനങ്ങൾക്കല്ലേ ഇതിൻ്റെ അല്ല. എങ്ങനെ ഇത് എന്തിനാണ് ഇതിൻ്റെ ആവശ്യമൊന്നും കേരളീയം പരിപാടി എന്തിനാണ് ആവശ്യമുള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല. അത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് ശമ്പളം കൊടുക്കാൻ തന്നെ ആൾക്കാർക്ക് പൈസ ഇല്ല. ചിലവിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും പൈസ ഇല്ല. ആ സമയത്ത് ഇങ്ങനെ ഇതൊരു ദൂർത്താണോ എന്ന് തോന്നിപ്പോകുന്നു. ഒരുപാട് അത്യാവശ്യ കാര്യങ്ങൾക്കൂടെ പൈസ ഇല്ല. ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല. KSRTC പെൻഷൻ കൊടുക്കുന്നില്ല. അത്യാവശ്യ കാര്യങ്ങൾ പോലും നടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ദൂർത്തടിച്ചിട്ട് ഞങ്ങൾക്കറിയാം സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾക്കറിയാം, പത്രത്തിലൂടെയും മീഡിയയിലൊക്കെ അറിയാം. ഇത് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തി വെറുതെ പിന്നെ പൈസ നഷ്ടപ്പെടുത്തണമെന്നുള്ളത് വളരെ ദയനീയമായ അവസ്ഥയാണ്. കേരളീയം പരിപാടിയെ കുറിച്ച് അറിയില്ലേ? അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ഒരഭിപ്രായമില്ല. ചേട്ടൻ്റെ ഒരു അഭിപ്രായമില്ല എന്നാണ് പറയുന്നത്. നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം. നേരെ KSRTC ബസ് ജീവനക്കാർക്കെല്ലാം നേരെ പൈസ കൊടുത്തിട്ട് ആട്ടി. ആ പൈസനെ കൊണ്ടല്ല ഇപ്പോൾ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇത് ദൂരത്തിൽ പെടുന്ന തന്നെ തോന്നും. അത്ര പൈസ ഉപയോഗിച്ചിട്ട് ചെയ്യണം എന്നൊക്കെ താല്പര്യമില്ല. അതിനോട് താല്പര്യം ഇല്ല. എന്തുകൊണ്ടാണ്?
വേറെ എത്ര ആവശ്യമുണ്ട് ഇടാ അതിനെല്ലാം ചിലവാക്കാലോ പൈസ. അതല്ല എന്ന് പറഞ്ഞാൽ കേരളം എങ്ങനെ പോകുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഈ കടത്തിൻ്റെ അടുത്ത് പെൻഷനൊന്നും കൊടുക്കാതെ ഇവർ ചെയ്യുന്ന പരിപാടി എന്താ? 100 കോടി ചിലവിട്ടിട്ട് ആവശ്യമുണ്ടോ? പാവപ്പെട്ട ചോറ് വയ്ക്കാനും പൈസ ഇല്ലാതെ ഉണ്ടല്ലോ. അത് നോക്കിയോ? ഇല്ലല്ല. ആദ്യം കടം നിർത്തിയിട്ട് ബാക്കി ഉത്സവം കഴിക്കട്ടെ. അതല്ല അതിൻ്റെ ശരി. അതല്ല ശരി. അതെ, ചേട്ടന്റെ അഭിപ്രായം അങ്ങനെയാണല്ലേ? കടം തീർക്ക്, പെൻഷൻ കൊടുക്ക്, എന്നിട്ട് ഉത്സവം കഴിക്കും. അതാണ് എൻ്റെ കേരളീയം എന്നുള്ളൊരു പരിപാടിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വെറും വേസ്റ്റല്ലേ, ദൂരത്തടിക്കുന്നല്ലേ, കോടി ചെലവാക്കുന്നല്ലേ, വേറെ പണിയില്ലേ. ഈ കേരളത്തിനാക്കിയ കേരള പണ്ടേയുള്ള കേരളല്ലേ, കേരള ജനങ്ങളിൽ അറിയില്ലേ, കേരളം നല്ല കേരളം അറിയും. ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ, അതുതന്നെ. പിന്നെ അതിനു വേണ്ടി വേറൊന്നും വേണ്ട. കേരള സർക്കാരിന്റെ കേരളീയം എന്ന പരിപാടിയെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.